അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേ കുപ്പിയെടുത്ത് ഫ്രണ്ട് വെച്ച് കുടിക്കും. ടച്ചിങ്സിനുള്ളത് ഓർഡർ ചെയ്യും. ഞങ്ങൾക്ക് ഫുഡ് വേണമെന്ന് പോലും ചോദിക്കത്തില്ല. പുറത്തുനിന്നൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ വെറും നിസ്സാര കാര്യത്തിന് അമ്മ മിണ്ടാതിരുന്നാലും അമ്മ പ്രവോക്ക് ചെയ്ത് സംസാരിച്ച് ഉപദ്രവിക്കാനൊക്കെ ചെല്ലുമെന്ന് കുഞ്ഞ് തന്നെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ഇവിടെ നാട്ടിലല്ല ഷാർജയിൽ വെച്ച് ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുമായിരുന്നു. മോളടയ്ക്ക് വന്നിട്ട് തിരിച്ചു വരേണ്ടി വന്നു. അതിൻ്റെ കാര്യമൊക്കെ സതീഷ് നോക്കുമായിരുന്നു. ഇവർ ഷാർജയിൽ കുഞ്ഞ് വിസിറ്റിങ്ങിനാണ് വന്നത്. കുഞ്ഞ് വിസിറ്റിങ്ങിന് വന്നെങ്കിലും ഒരു 10-11 ദിവസം അവിടെ നിന്നിട്ടുള്ളൂ. കാരണം കുഞ്ഞിന് അവിടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല. കാരണം കുഞ്ഞ് പറയുന്നത് അച്ഛൻ്റെ ഈ മദ്യപിച്ച് വന്നിട്ടുള്ള അടി അത് കുഞ്ഞിനെ കാണാൻ വയ്യ, അവർ തമ്മിലുള്ള പ്രശ്നം കാണാൻ വയ്യ കുഞ്ഞാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്ലാറ്റിൽ വന്ന് നിൽക്കുന്ന കുഞ്ഞ് 2 മാസത്തിൽ 11 ദിവസം വെച്ച് ബാക്കി ഇത്രയും ദിവസം എൻ്റെ ഫ്ലാറ്റിലായിരുന്നു കുഞ്ഞ് നിന്നിരുന്നത്. കുഞ്ഞ് തന്നെ പറയുന്നുണ്ട്, അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേ കുപ്പിയെടുത്ത് ഫ്രണ്ട് വെച്ച് കുടിക്കും. ടച്ചിങ്സിനുള്ളത് ഓർഡർ ചെയ്യും. ഞങ്ങൾക്ക് ഫുഡ് വേണമെന്ന് പോലും ചോദിക്കത്തില്ല. പുറത്തുനിന്നൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ വെറും നിസ്സാര കാര്യത്തിന് അമ്മ മിണ്ടാതിരുന്നാലും അമ്മ പ്രവോക്ക് ചെയ്ത് സംസാരിച്ച് ഉപദ്രവിക്കാനൊക്കെ ചെല്ലുമെന്ന് കുഞ്ഞ് തന്നെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. ചേച്ചി പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്ത് പറയും. എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും പിറ്റേന്ന് അല്ലെങ്കിൽ അന്ന് രാത്രി തന്നെ എന്നെ വിളിച്ചിട്ട് പറയും, എടി ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായി എന്ന് പറയും. ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞതാണ്, ഇത്രയും ഇഷ്യൂ ഉണ്ടായിട്ട് നിൽക്കരുത്, നാട്ടിൽ കയറി വാ. ഒരുപാട് വട്ടം ഗൾഫിൽ വെച്ച് തന്നെ 3-4 പ്രാവശ്യം ഇഷ്യൂ ഉണ്ടായി. ചേച്ചിയെ ഞങ്ങളുടെ ഫ്ലാറ്റിലോട്ട് കൊണ്ടുവന്നു. ഒരു വട്ടം അച്ഛനുള്ളപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് പറയുന്നു, ഇങ്ങനെ ഉപദ്രവിച്ചെന്നൊക്കെ പറഞ്ഞ് ചേച്ചി ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ ഞാനും അച്ഛനും എൻ്റെ ഹസ്ബൻഡും കൂടെ പോയി വിളിക്കാനായിട്ട് പോയി. അന്ന് ഇവർ ഇൻ്റർനാഷണൽ സിറ്റി താമസിക്കുക. അപ്പം വിളിക്കാൻ ചെന്ന് ചേച്ചിയുടെ കയ്യിലെല്ലാം ചോര പൊടിഞ്ഞ പാടുകളാണ്, കൈ രണ്ടും അടിച്ചിട്ട്. അപ്പോൾ പുള്ളിക്ക് ലെവലിലാണ് നിൽക്കുക. എന്നിട്ട് ചേച്ചി വിടുന്നില്ല. ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ വിടാതെ പിടിച്ച് വലിച്ച് അങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റി ഇടപെട്ട്, കാരണം CCTV കൂടെ കണ്ടു. എന്നിട്ട് പുള്ളി പിന്തുടരുക. ഞങ്ങൾ തിരിച്ചു വരാൻ പുള്ളി സമ്മതിക്കുന്നില്ല. പിന്നെ അതിനുശേഷം വീട്ടിൽ വന്ന് പിന്നെ ഒരാഴ്ച നിൽക്കും. അത് കഴിഞ്ഞ് പിന്നെയും വിളിച്ച് ചേച്ചി അടുത്ത് പറയും, ഇനി മദ്യപിക്കത്തില്ല, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ലെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴത്തേക്കും ചേച്ചി പിന്നെയും തിരിച്ചു പോവുക. നമുക്ക് കെട്ടിയിടാൻ പറ്റത്തില്ല ഒരാളെ. അപ്പം ചേച്ചി അത്രയും സ്നേഹിച്ചിരുന്നു. അപ്പോൾ ചേച്ചി വിചാരിച്ച് ഇനി ചെല്ലുമ്പോഴെങ്കിലും ശരിയാവും എന്നൊരു പ്രതീക്ഷയില്ല. ഈ 11 വർഷവും ഇതൊക്കെ തന്നെ, എപ്പോഴും ഇഷ്യൂസും കാര്യങ്ങളും, ചെറിയ നിസ്സാര കാര്യത്തിനാണ് ഇഷ്യൂ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് കാര്യങ്ങൾ റീസൺ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. എപ്പോഴും പ്രശ്നങ്ങളാണ് ഇത്. അത് കഴിഞ്ഞും പിന്നെ ഒരു വട്ടം ചെറിയ നിസ്സാര കാര്യം, കറിക്ക് എരിവ് കൂടിയെന്ന് പറഞ്ഞ് വരെ ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ ചേച്ചി വിളിക്കും. അങ്ങനെ ടാക്സി എടുത്ത് നമ്മുടെ ഫ്ലാറ്റിലോട്ട് വരും. വന്ന ഒരാഴ്ചയൊക്കെ നിൽക്കും. അപ്പോഴും നമ്മൾ പറയും, നാട്ടിൽ കയറി ഇനി പോവരുത്, കാരണം ഇത്രയും ഉപദ്രവവും കാര്യങ്ങളും ഉണ്ടാവുന്നിടത്ത് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ പിന്നെയും പുള്ളി കൺവിൻസ് ചെയ്യും. അല്ലെങ്കിൽ കരഞ്ഞു വന്ന് കാല് പിടിക്കുക, നീ ഇല്ലാതെ പറ്റത്തില്ല, ഞാനൊരു ഷുഗർ പേഷ്യൻ്റ് ആണ്, എനിക്ക് വേറെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ്. കുഞ്ഞിൻ്റെ അടുത്തും അത്ര ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും ഒന്നും ഈ ഇത്രയും സംഭവം കഴിഞ്ഞിട്ടും ആ കുഞ്ഞിൻ്റെ കുഞ്ഞിന് അമ്മ ഇല്ലാതായി അങ്ങനെ പോലും ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ കുഞ്ഞിനോട് ഒരു ആത്മാർത്ഥതയും കാര്യങ്ങളും അങ്ങനെ ഇല്ല. അവൾ തന്നെ പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് അങ്ങനെ ഒരു സ്നേഹമൊന്നും അച്ഛനില്ല എന്ന് പറയുന്നുണ്ട്. അവൻ പിന്നെ സ്വന്തം കുഞ്ഞിനോടില്ലാതെ ആത്മാർത്ഥത വൈഫിനോട് വരത്തില്ലല്ലോ. ബാക്കി കാണിക്കുന്നതൊക്കെ പകുതി അഭിനയം. കാരണം ചേച്ചി തന്നെ എപ്പോഴും പറയും, ഇതൊക്കെ അഭിനയം. ആൾക്കാരുടെ മുന്നിൽ പുറത്ത് പബ്ലിക്കിൽ പോകുമ്പോൾ തോളെ കൈയും പിടിച്ച് മോളൂസേ ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ മുന്നിലായാലും അങ്ങനെ സംസാരിക്കുന്നത്. പക്ഷെ അതിനകത്തങ്ങ് ഒരു അർത്ഥവും ഇല്ല. കാരണം ചേച്ചി തന്നെ പറയുന്നുണ്ട്, അകത്ത് വേറെയാണ് തെറി പറയുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യത്തിന് ഇഷ്യൂ ഉണ്ടാക്കുക, എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ പല പെണ്ണ് വിഷയങ്ങൾ, അത് എൻ്റെ ചേച്ചി പലതും കൈയോടെ പൊക്കിയതാണ്. എൻ്റെ അടുത്ത് പറയും, ഇങ്ങനെയൊക്കെ ഉണ്ടടി, തെളിവ് സഹിതം ഞാൻ കണ്ടു, എന്നിട്ടും പിടിച്ചു നിന്നു. ഇത്രയും ഇഷ്യൂസ് ഒരു പെണ്ണ് സഹിക്കാത്ത ഇഷ്യൂസൊക്കെ അറിഞ്ഞിട്ടും പിടിച്ചു നിന്ന ഒരാൾ ഇങ്ങനൊരു പുള്ളി പറയുന്ന ഇഷ്യൂ എന്താണെന്നറിയില്ല എന്നുണ്ട്. റീസൺ എന്താണെന്ന് നമുക്കറിയത്തില്ല. അത് നമുക്കറിയത്തില്ല. പുള്ളി പറയുന്നത് ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ ചേച്ചി അങ്ങനെ ഈ 11 വർഷം സഹിച്ച ആൾ അന്നത്തെ ദിവസം രാത്രി ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടാണോ തലയ്ക്ക് എന്തോ പ്ലേറ്റ് എടുത്ത് അടിക്കുന്നത്? അതെ. അത് ചേച്ചി ഈ സംഭവം നടന്നിട്ട് പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഉച്ചയ്ക്കെങ്ങാണ്ട് പുള്ളി ജോലി സ്ഥലത്തുനിന്ന് ചേച്ചിയെ വിളിച്ചു. അപ്പോൾ വിളിച്ച സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഏതോ ഫ്രണ്ട് അങ്ങാണ്ട് നിന്നിട്ട് പറഞ്ഞു, ആരാടാ വിളിക്കുന്നത് എന്തോ ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞത് കാമുകിയാണ്. അപ്പം പുള്ളി അങ്ങാണ്ട് ചോദിച്ചാൽ എന്തോ മസായ ബിൽഡിങ്ങിലെ പെണ്ണാണോ അതോ ബസ്സിലെ രമ്യയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ചേച്ചി കേട്ടു. അപ്പം ഏതൊരു പെണ്ണായാലും അത് സഹിക്കത്തില്ലല്ലോ. അപ്പം ചേച്ചി ഫോൺ കട്ട് ചെയ്തു. തിരിച്ച് വീട്ടിൽ വന്നപ്പം അതിനെ ചൊല്ലി ചേച്ചി കാര്യം ചോദിച്ചു. പുള്ളി അത് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇവർ തമ്മിൽ അതിനെ ചൊല്ലി സംസാരം ഉണ്ടായി. അപ്പോൾ ചേച്ചി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി വന്നിട്ട് സംസാരം കൂടിയിട്ട് പ്ലേറ്റ് വാങ്ങിച്ച് തലക്കടിച്ച് 4 പീസായെന്നാണ് പറഞ്ഞത് പ്ലേറ്റ്.
ആ സംഭവം നമ്മുടെ അടുത്ത് പറയുമ്പോഴേ നമ്മൾ പറയുന്നുണ്ട് ഇനി അവിടെ നിൽക്കരുത്. കാരണം അയാൾ വല്ലതും ചെയ്യും. കാരണം എപ്പോഴും ചേച്ചി പറയും ഇടി ഉപദ്രവിക്കുമ്പോൾ തലയ്ക്ക് നാവിയിൽ ഇങ്ങനെയൊക്കെയാണ് ഉപദ്രവിക്കുന്നത്. അപ്പോഴേ അമ്മ ഇവിടെ ഭയങ്കര നിലവിളിയൊക്കെയാണ്. അമ്മ ഒരു മോളെ കയറി വാ, നീ നിൽക്കരുത് ഇനി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചി അമ്മേ എനിക്കിപ്പോൾ ജോലി ഉടനെ ശരിയാവും. അന്നേരം ആ പ്രതീക്ഷയാണ്. കുഞ്ഞുണ്ടല്ലോ, കുഞ്ഞിനെ എനിക്ക് പിന്നെ നാട്ടിൽ വരുമ്പോഴാലും ഇപ്പം നമ്മൾ പറഞ്ഞാൽ തന്നെ ചേച്ചി പറയുന്നത് ഇപ്പം ഒരു കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുട്ടി ഒരു ദിവസം വീട്ടിൽ വന്ന് നിൽക്കാൻ വരുമ്പം തന്നെ ആൾക്കാർ എന്നാ പോന്നില്ലേ, എന്ന് വന്നു, തിരിച്ചു പോകുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമൂഹമാണ് ചുറ്റിനുള്ളത്. അപ്പം അതൊക്കെ കൊണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ടില്ല. കാരണം സ്വന്തം പെറ്റമ്മയ്ക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ സഹിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും ചേച്ചിക്ക് സപ്പോർട്ടായിരുന്നു. പിന്നെ എന്തിനു നിന്നു എന്നുള്ളത് ചോദിച്ചാൽ പുള്ളിയോട് പിന്നെ മാറും പ്രതീക്ഷിച്ചു, അല്ലെ കുഞ്ഞിനെ വളർത്തേണ്ട കാര്യം ചിന്തിച്ചിരുന്നു ചേച്ചി. പുള്ളി ആ ജോലിയായിരുന്നു ചേച്ചിയുടെ പ്രതീക്ഷ. അപ്പം പിന്നെ തലേ ദിവസം നമുക്ക് ഒരിക്കലും ഞാൻ വിശ്വസിക്കത്തില്ല. കാരണം അത്രയും ചിരിച്ച് കളിച്ച് പോയ ഒരാൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത്രയും വ്യക്തമായിട്ട് അയാൾ പറയുന്നുണ്ട്.